ഈ ഹിഡൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരാണ് നമ്മുടെ രാഹുൽ സുരേഷ് ആയാലും ആഷിൻ ഡിയാഗോ ആയാലും ഗോകുലൊക്കെ. പേരിൽ കൗതുകമുള്ള മനോഹരമായൊരു ഹിഡൻ ടൂറിസ്റ്റ് സ്പോട്ട് നമുക്കൊന്ന് കണ്ടുവരാം. തിരുവനന്തപുരത്തെ തിരുവല്ലം കരിമം റോഡിൽ മധുപാലത്തിന് സമീപത്തുള്ള ജഡ്ജിക്കുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. നഗരത്തിന്റെ വിദൂര ദൃശ്യവും കടലും സൂര്യാസ്തമയും ഒക്കെ കാണാനാകുന്ന ജഡ്ജിക്കുന്നിലേക്ക് ഗോകുൽനാഥ് നമ്മളെ കൊണ്ടുപോകും. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് മാറി അതേസമയം തന്നെ തിരുവനന്തപുരം നഗരത്തെ പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ കടലോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് മധുപാലത്തെ ജഡ്ജിക്കുന്ന്. ആ ജഡ്ജിക്കുന്നിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. തലയെടുപ്പുള്ള ജഡ്ജിക്കുന്നിന്റെ മുകളിൽ കയറിയാൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ 360 ഡിഗ്രി നഗര കാഴ്ചകൾ കാണാം. തമ്പാനൂരിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറി തിരുവല്ലം കരിമം റോഡിൽ മധുപാലത്തിന് സമീപത്ത് നിന്ന് വലതേക്കുള്ള ചെമ്മൺ പാത കയറിയാൽ ജഡ്ജിക്കുന്നിലെത്തി. കടലും കായലും ഭീമാപ്പള്ളിയും നിയമസഭാ മന്ദിരവും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ലാൻഡിങ്ങും ടേക്ക് ഓഫും തുടങ്ങി വിദൂര ദൃശ്യങ്ങളുടെ വിസ്മയ കാഴ്ച ആവോളം ആസ്വദിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 2000-ഓളം അടി ഉയരത്തിലുള്ള വിശാലമായ ജഡ്ജിക്കുന്നിന്റെ മുകളിൽ ക്രിക്കറ്റ് കളിക്കാൻ എത്തുന്നവരും കൗതുക കാഴ്ചയാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം കാറ്റ് സംഭവങ്ങളൊക്കെ പൊക്കത്തിലാണ്, നല്ല ഉയരമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏറെക്കുറെ സിറ്റി എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റാൻ പറ്റും. ഈ ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്ഥലം, നല്ല സ്പേസാണ്, കാറ്റുണ്ട്. പിന്നെ നല്ലൊരു സ്പോട്ട്, നല്ല സൂര്യനൊക്കെ താഴുമ്പോഴത്തേക്കും നല്ല രസം നടക്കാൻ. വർഷങ്ങൾക്ക് മുൻപ് നഗരത്തിലെ ഒരു പ്രധാന ജഡ്ജി ഈ പ്രദേശം വാങ്ങുകയും മലമുകളിലേക്ക് എത്താൻ റോഡ് പണിയുകയും ചെയ്തു. തുടർന്ന് മലയുടെ മുകളിൽ ഒരു ബംഗ്ലാവും വെച്ചു. അങ്ങനെയാണ് ജഡ്ജിക്കുന്ന് എന്ന പേര് വന്നതെന്നാണ് കഥ. ഐതിഹ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഇന്നിവിടെ വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇവിടെ കുറച്ചും കൂടെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നഗരത്തിലെ തിക്കിലും തിരക്കിൽ നിന്നുമൊക്കെ മാറി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഈ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് മധുപാലത്തെ ജഡ്ജിക്കുന്ന് പറയുന്ന പ്രദേശം. എന്തായാലും വരുന്നവർ ശ്രദ്ധിക്കുക, രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ തിരഞ്ഞെടുക്കുക. ഉച്ച സമയത്തൊക്കെ കഠിനമായ വെയിലുള്ള പ്രദേശം കൂടിയാണിത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.